നമ്മൾ നോളജ് റെപ്രസെൻറ്റേഷൻ യൂസിങ് പ്രെഡിക്കേറ്റ് ലോജിക് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ റെപ്രസെൻറ്റിങ് സിമ്പിൾ ഫാക്ട്സ് ആൻഡ് ലോജിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് റെപ്രസെൻറ്റിങ് ഇൻസ്റ്റൻസ് ആൻഡ് ഈസർ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടായിരുന്നു. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടബിൾ ഫങ്ഷൻസ് ആൻഡ് പ്രെഡിക്കേറ്റ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ആ ഒരു വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യുക, ആദ്യം കാണാം. ദെൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസൊല്യൂഷനെ കുറിച്ചിട്ടാണ്. എന്താണ് റെസൊല്യൂഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്കറിയുന്ന ഒരു ജനറൽ കാര്യമാണ്, ഈവൻ വെരി സിമ്പിൾ കൺക്ലൂഷൻസ് ക്യാൻ റിക്വയർ മെനി സ്റ്റെപ്സ് ടു പ്രൂവ്. നമുക്കറിയാം നമ്മൾ ഏതൊരു ചെറിയ ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ എന്തുണ്ടാവും, കുറേ സ്റ്റെപ്സുകളും കാര്യങ്ങളും ഉണ്ടാവും. ആ സ്റ്റെപ്സുകളൊക്കെ പ്രൂവ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്തിലെത്തിയിട്ടുണ്ടാവുക, ഒരു സിമ്പിൾ കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവുക. ഓക്കെ, വെറൈറ്റി ഓഫ് പ്രോസസ് സച്ച് ആസ് മാച്ചിങ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൂഫ്. ഒരു പ്രൂഫിൻ്റെ പ്രൊഡക്ഷൻ, ഒരു പ്രൂഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് മേ ബി എന്തായിരിക്കും, വെറൈറ്റി ഓഫ് പ്രോസസ്സ് ഒക്കെ നടത്തിയിട്ടായിരിക്കാം. മാച്ചിങ്ങും സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാവും നമുക്കൊരു പ്രൂഫ് അല്ലേ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് അതുമായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെസൊല്യൂഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. Resolution, this reduces some of the complexity because it operates on statements that has been converted to a single canonical form. എന്താണ് റെസൊല്യൂഷൻ? റെസൊല്യൂഷൻ എന്താണ് ചെയ്യുന്നത്? റെസൊല്യൂഷൻ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? സം കോംപ്ലക്സിറ്റിയെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സിറ്റിയെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സം സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ ഉണ്ട്, അത് വെച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ആ ഒരു അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി നമ്മൾ റെസൊല്യൂഷൻ വഴി റെഡ്യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഹാവ് ഫസ്റ്റ് ബീൻ കൺവേർട്ടഡ് ടു എ സിംഗിൾ കനോണിക്കൽ ഫോം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത് തന്നെ, നമ്മളെ കയ്യിലുള്ള എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നമുക്ക് പെർഫോം ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സം കനോണിക്കൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. റെസൊല്യൂഷൻ പ്രൊഡ്യൂസസ് പ്രൂഫ് ബൈ റെഫ്യൂട്ടേഷൻ. റെസൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം, പ്രൂഫ് ബൈ റെഫ്യൂട്ടേഷൻ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, പ്രൂഫ് ബൈ റെഫ്യൂട്ടേഷൻ ആണ് റെസൊല്യൂഷൻ വഴി ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ടു പ്രൂവ് എ സ്റ്റേറ്റ്മെൻറ്റ്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ വാലിഡ്. അതപ്പോൾ നമുക്കൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അപ്പോൾ ഷോ ദാറ്റ് ഈസ് വാലിഡ്, അഥവാ അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വാലിഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. റെസൊല്യൂഷൻ അറ്റംപ്റ്റ് ടു ഷോ ദാറ്റ് ദ നെഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസസ് എ കോൺട്രഡിക്ഷൻ വിത്ത് ദ നോ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ നെഗേഷൻ എന്താണ്, ഷോ ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗേഷൻ എന്താണെന്ന് ഷോ ചെയ്യുന്നു. പ്രൊഡ്യൂസസ് എ കോൺട്രഡിക്ഷൻ വിത്ത് ദ നോ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺട്രഡിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നെഗേഷൻ നമ്മൾ ഷോ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഷോ ചെയ്യുന്നത്, എന്തെടുത്തിട്ടാണ് തന്നിട്ടുള്ള നമുക്കറിയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോൺട്രഡിക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നത്. Okay, this approach can contrast with the technique that generate proof by chaining backward from the theorem to be proved to the axiom. This approach contrasts with the technique that generate proof by chaining backward from the theorem to be proved. അഥവാ നമുക്കിപ്പോൾ തിയറംസ് അല്ലേ, നമ്മൾ പറഞ്ഞു കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസൊല്യൂഷൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിയംസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഡിഫറെൻറ്റ് അപ്രോച്ചുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കയ്യിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ ക്ലോഷ്യൽ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ആ ഒരു കൺവേർഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. സോ അത് എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ ആണ് എലിമിനേറ്റ് നമ്മളുടെ
ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഇംപ്ലിക്കേഷൻ സൈൻ അല്ലെങ്കിൽ ഇംപ്ലൈസ് എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ക്ലോഷൻ ഫോമിലോട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇംപ്ലിക്കേഷൻ സൈൻ അല്ലെങ്കിൽ ഇംപ്ലൈസിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അത് നോക്കൂ, ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ളത്, ദാറ്റ് മീൻസ് പി ഡിറ്റർമൈൻസ് ക്യൂ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ മീനിങ്. സോ അത് നമുക്ക് എങ്ങനെയാണ് അതിനെ ക്ലോഷൻ ഫോമിലോട്ട് മാറ്റുക? ദാറ്റ് ഇസ് ട്രിപ്പിൾ ഈക്വൽ ടു എന്താണ്, നോട്ട് പി, ഇതെന്താണ്, ഓർ മീൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഓറിനെ നമ്മൾ എങ്ങനെ പറയാ, ഓർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ജങ്ഷൻ ആണ് അല്ലേ, ഡിസ്ജങ്ഷൻ. നോട്ട് പി ഡിസ്ജങ്ഷൻ ക്യൂ എന്നുള്ളതാണ്. നോട്ട് പി ഡിസ്ജങ്ഷൻ ക്യൂ അല്ലെങ്കിൽ നോട്ട് പി ഓർ ക്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഇംപ്ലിക്കേഷൻ സൈന് ഒഴിവാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് ഓർത്ത് വെക്കുക, ഈ ഒരു ഫസ്റ്റ് വൺ ഓർത്ത് വെക്കുക. ഇത് രണ്ടാമത്തത്, റെഡ്യൂസ് ദ സ്കോപ്പ് ഓഫ് ദ ഈച്ച് നെഗേഷൻ ടു എ സിംഗിൾ ടേം. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അഥവാ നെഗേഷൻ്റെ സ്കോപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ഒരു സിംഗിൾ ടേം ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗേഷൻ്റെ സ്കോപ്പ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ അല്ലെങ്കിൽ പി ഡിസ്ജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് എന്താണ്, നെഗേഷൻ. അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ എന്ത് ചെയ്യുന്നു, അതിനെ സിംഗിൾ ടേമിലോട്ട് മാറ്റുകയാണ്. സോ നെഗേഷൻ പി, നെഗേഷൻ ഡിസ്റ്റിങ്ഷൻ ആകുന്ന സമയത്ത് അത് പിന്നെ ഇവിടെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താവും, കൺജങ്ഷൻ ആവും. കൺജങ്ഷൻ, അതാണ് കൺജങ്ഷൻ, അല്ലെങ്കിൽ നമുക്ക് ആൻഡ് എന്ന് പറയാം. ഓർ എന്തായി മാറും, നെഗേഷൻ നെഗേഷൻ ഓർ എന്നുള്ളതാകുമ്പോൾ ആൻഡ് എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, സോ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ എന്നുള്ള രീതിയിൽ ഇത് മാറും. അതേപോലെ തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ കൺജങ്ഷനും ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കിട്ടുന്ന എന്തായിരിക്കും, നെഗേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിസ്റ്റിങ്ഷൻ വരും. ഓക്കെ, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് മാറും. അതേപോലെ തന്നെ അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ അതിങ്ങനെ ആയിട്ട് മാറും. ഇപ്പോൾ നെഗേഷൻ ഫോർ ഓൾ എക്സ് അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് സം ഓഫ് എക്സ് എന്നുള്ള രീതിയൊക്കെ എങ്ങനെയാണ് അത് മാറുന്നതെന്ന് നമുക്ക് നോക്കാം. നെഗേഷൻ ഓഫ് എന്താണ്, ഫോർ ഓൾ എക്സ് സം പി ഈക്വൽ ടു എങ്ങനെയായിട്ട് മാറും, അത് ഉള്ളിലോട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് ഫോർ ഓൾ എക്സ് എന്നുള്ളത് സം ഓഫ് എക്സ് എന്നുള്ളതായി മാറും, സം ഓഫ് എക്സ് എന്നുള്ള രീതിയിലായി മാറും. ദെൻ നെഗേഷൻ പി എന്ന് വരും. ഓക്കെ, ഫോർ ഓൾ എക്സിന് നെഗേഷൻ ചെയ്യുമ്പോൾ സം ഓഫ് എക്സ് ആയി മാറും, നെഗേഷൻ ഉള്ളിലോട്ട് കൊടുത്തിട്ട് നെഗേഷൻ പി എന്നായി മാറും. ഇവിടെ അതേപോലെ തന്നെ എന്തായിരിക്കും, സം ഓഫ് എക്സ് എന്തായി മാറും, ഫോർ ഓൾ എക്സ് ആയി മാറും, നെഗേഷൻ പി എന്നുള്ളത് ഇവിടെ വരികയും ചെയ്യും. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ നെഗേഷൻ പി എന്നുള്ളത് അതൊരു സ്റ്റേറ്റ്മെന്റ്, നെഗേഷൻ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, സിംപ്ലി ആ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ രണ്ട് നെഗേഷൻ വന്നു കഴിഞ്ഞാൽ പി എന്നായിട്ട് വരും. ഓക്കെ, ദെൻ അടുത്ത തേർഡ് വണ്, സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾ സോ ദാറ്റ് ഈച്ച് ക്വാണ്ടിഫയർ ബൈൻഡ്സ് എ യുണീക്ക് വേരിയബിൾ. തേർഡ് വൺ എന്താ ചെയ്യുന്നത്, സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്, വേരിയബിൾസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. സോ ദാറ്റ് ഈച്ച് ക്വാണ്ടിഫയർ ബൈൻഡ്സ് എ യുണീക്ക് വേരിയബിൾ. അഥവാ ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും, ഒരു എന്താണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക, വേരിയബിൾസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ക്വാണ്ടിഫയേഴ്സിലും ഓരോ യുണീക്ക് വേരിയബിൾസ് ഉപയോഗിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ എല്ലാത്തിനും എല്ലാ എന്താണ് ക്വാണ്ടിഫയേഴ്സിനും ഒറ്റൊരു സിമ്പിളൊക്കെ ആയിരിക്കും, ഒറ്റൊരു വേരിയബിളൊക്കെ ആയിരിക്കും. എക്സ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഫോർ ആൾ എക്സ് ഇടും, അതേപോലെ സം ഓഫ് എക്സും ഒക്കെ എക്സ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. സോ അങ്ങനത്തത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ഓരോ യുണീക്ക് വേരിയബിൾ ഓരോ ക്വാണ്ടിഫയേഴ്സിന് ഉപയോഗിക്കുക. അതാണ് സ്റ്റാൻഡർഡൈസ്ഡ് വേരിയബിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫോർ ഓൾ എക്സ് സച്ച് ദാറ്റ് എന്താണ്, പി ഓഫ് എക്സ് എന്നാണ്, ദെൻ ഓർ സം എക്സ് ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഇതാണ്. സോ ഇതിൽ എന്താണ്, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും എന്താണ് എക്സ് എന്നുള്ളതാണ് അല്ലേ. ഇത് എന്താണ് ക്വാണ്ടിഫയേഴ്സ് ആയിട്ട് സം ഓഫ് എക്സും ഫോർ ഓൾ എക്സിലും എന്താണ് എക്സ് എന്നുള്ള വേരിയബിൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒന്ന് വൈ ആക്കി മാറ്റുക. അവിടെ നമ്മൾ എക്സിനെ എക്സ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്നായി. ഓർ ദെൻ സം ഓഫ് എക്സിന് നമ്മൾ എന്താക്കി മാറ്റി, സം വൈ എന്നാക്കി മാറ്റി, സം വൈ ക്യൂ ഓഫ് വൈ എന്നുള്ള രീതിയിലാക്കി മാറ്റി. സോ നമ്മൾ കനോണിക്കൽ ഫോമിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലുള്ള ആ സ്റ്റേറ്റ്മെന്റ്സിലുള്ള വേരിയബിൾസിന് എന്ത് ചെയ്യുക, സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ നമുക്ക് ഫോർത്തിൽ അറിയുന്നത്, മൂവ് ആൾ ക്വാണ്ടിഫയേഴ്സ് ടു ദ
ലെഫ്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ റിലേറ്റീവ് ഓർഡർ. ദെൻ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമുക്ക് അതിലുള്ള എല്ലാ ക്വാണ്ടിഫയേഴ്സിനെയും, അഥവാ ഈ ക്വാണ്ടിഫയേഴ്സ് മേ ബി എവിടെയൊക്കെ വരാം, ഇൻ ബിറ്റ്വീൻ ആയിട്ടൊക്കെ വരാം, ഒരു സ്റ്റേറ്റ്മെന്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടൊക്കെ ക്വാണ്ടിഫയേഴ്സ് വരാം. സോ ആ ക്വാണ്ടിഫയേഴ്സിനെയൊക്കെ ഒന്ന് സ്ട്രക്ചേർഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ക്വാണ്ടിഫയേഴ്സിനെയൊക്കെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അതിൻ്റെ റിലേറ്റീവ് ഓർഡറോ ഒന്നും മാറാതെ, ചേഞ്ച് ചെയ്യാതെ അതിൻ്റെ ക്വാണ്ടിഫയേഴ്സിനൊക്കെ, ക്വാണ്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, ഫോർ ഓൾ എക്സ് ദർ എക്സ് സം എക്സ്, ആ രീതിയിലുള്ളതൊക്കെ എന്താണ്, ക്വാണ്ടിഫയേഴ്സ് ആണ്. സോ അങ്ങനെ ക്വാണ്ടിഫയേഴ്സ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓർ ഫോർ ഓൾ വൈ ക്യൂ ഓഫ് വൈ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമുക്കറിയാം രണ്ട് ക്വാണ്ടിഫയേഴ്സ് ആണുള്ളത്, ഫോർ ഓൾ എക്സും സം വൈ എന്നുള്ളതും. സോ അതിന് രണ്ടിന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഫോർ ഓൾ എക്സ് കോളം കൊടുക്കുന്നു, സം വൈ കോളം കൊടുക്കുന്നു. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് രണ്ടിനും കമ്പൈൻ ചെയ്യുന്നു. ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഓർ ക്യൂ ഓഫ് വൈ എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിഫയേഴ്സിനെ മൂവ് ചെയ്യിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ നോക്കൂ, എലിമിനേറ്റ് എന്താണ് സം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്കോളമൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കോളമൈസേഷൻ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഈ സ്കോളമൈസേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സം ഓഫ് എന്നുള്ള ആ ഒരു സംഭവം നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇപ്പോൾ സം എക്സ് സച്ച് ദാറ്റ് പി ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താണ്, ഈ സം എക്സ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പി ഓഫ് എക്സ് സം എക്സ് ഉണ്ടാവുമ്പോഴാണല്ലോ ഇവിടെ പി ഓഫ് എക്സ് എക്സ് എന്നുള്ള വേരിയബിൾ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, പി ഓഫ് സം സി എന്നാക്കി മാറ്റും. സി എന്ന് പറഞ്ഞാൽ സ്കോളം കോൺസ്റ്റന്റ് ആണ്. സം സ്കോളം കോൺസ്റ്റന്റ് നമ്മൾ അവിടെ കൊടുക്കും. മറ്റൊരു രീതി നോക്കി നോക്കൂ, സ്കോളം കോൺസ്റ്റന്റും കൊടുക്കുക, അതേപോലെ തന്നെ നമുക്ക് സ്കോളം ഫംഗ്ഷനും എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ഈ ഒരു സ്കോളമൈസേഷൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് കൊടുക്കാൻ പറ്റും. ഇവിടെ കോൺസ്റ്റന്റ് ആണ് കൊടുത്തത്. ഇതിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ സ്കോളം ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഫോർ ഓൾ എക്സ് സം വൈ പി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിന് നമുക്ക് എങ്ങനെ മാറ്റാം, ഫോർ ഓൾ എക്സ് സം വൈ എന്നുള്ളത് ഒഴിവാക്കി, പകരം ഇവിടെ പി ഓഫ് എക്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈക്ക് പകരം നമ്മൾ സം എക്സിന്റെ ഫംഗ്ഷൻ എന്നാക്കി മാറ്റുന്നു. വൈ എന്ന് പറയുന്നത് സം എക്സിന്റെ ഫംഗ്ഷൻ എന്നാക്കി മാറ്റുന്നു. സോ നമുക്ക് ഒറ്റൊരു വേരിയബിൾ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി, എഫ് ഓഫ് എക്സ് എന്നുള്ളത് നമ്മൾ ആക്കി മാറ്റുന്നു. സോ ഇതാണ് സ്കോളം ഫംഗ്ഷൻ ആക്കി മാറ്റുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. ദെൻ സിക്സ്ത് സ്റ്റെപ്പ് നോക്കൂ, ഡ്രോപ്പ്. ദെൻ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞു എലിമിനേഷൻ സം എന്ന് പറയുന്നത്, അതായത് സ്കോളമൈസേഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഫിഫ്ത്തിലൂടെ. ദെൻ നമുക്ക് അടുത്തതായിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ടത് ഫോർ ഓൾ എന്ന് പറയുന്ന ആ ഒരു സിമ്പലില്ലേ, അത് നമുക്ക് ഒഴിവാക്കണം സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും. സോ അതെങ്ങനെ ഒഴിവാക്കുന്നു എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ഓൾ എക്സ് സം പി ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് എങ്ങനെ ആക്കി മാറ്റാം, സിംപ്ലി ഫോർ ഓൾ എക്സ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കിയിട്ട് പി ഓഫ് എക്സ് എന്നാക്കി മാറ്റാവുന്നതാണ്. സോ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സും എന്തിന് ഈക്വൽ ആണ്, പി ഓഫ് എക്സ് എന്ന് സിംപ്ലി എഴുതുന്നതിന് ഈക്വൽ ആണ്. സോ അതാണ് സിക്സ്ത് വൺ. ദെൻ സെവൻത്ത് വൺ, കൺവേർട്ട് ദ ഫോർമുല ഇൻ ടു എ കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിലുള്ള ഫോർമുലയെ നമ്മൾ എന്ത് ചെയ്യണം, കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻസ് ആക്കി മാറ്റണം. കൺജങ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, കൺജങ്ഷൻ എന്ന് പറയാം, ഇതെന്താണ്, കൺജങ്ഷൻ ആണ്, ഇത് ഡിസ്റ്റിങ്ഷൻ ആണ്. സോ കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻസിന്റെ ഇങ്ങനെ കുറെ ഡിസ്റ്റിങ്ഷൻസിന്റെ കൂട്ടത്തിന്റെ എന്ത് ചെയ്യുന്നു, കൺജങ്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആക്കി മാറ്റണം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇത് നമുക്കറിയാം പി ആൻഡ് ക്യൂ, അല്ലെങ്കിൽ പി കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റിങ്ഷൻ ആർ എന്നുള്ള രീതിയിലാണ്. സോ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റും, നമുക്കറിയാം ഇത് ഓൾ ആണ് അല്ലേ, എല്ലാവർക്കും നമ്മൾ എന്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ആ ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ആക്കാൻ പറ്റും, പി ഡിസ്റ്റിങ്ഷൻ ആർ കൺജങ്ഷൻ ക്യൂ ഡിസ്റ്റിങ്ഷൻ ആർ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻസ് ആണ്, ഡിസ്റ്റിങ്ഷൻസിന്റെ കൺജങ്ഷൻ ആണ് അല്ലേ. ഡിസ്റ്റിങ്ഷൻസ്, രണ്ട് ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട്, അതിന്റെ കൺജങ്ഷൻ ആണ് എന്ന ആ ഒരു രീതിയിലോട്ട് നമ്മൾ ഈ ഒരു ഫോർമുലയെ കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ അതാണ് സെവൻത്ത് സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. ദെൻ എയ്ത്ത് സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്, ക്രിയേറ്റ് എ സെപ്പറേറ്റ് ക്ലോസ് കറസ്പോണ്ട് ടു ഈച്ച് കൺജങ്ക്റ്റ്. എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ക്ലോസ് നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ കൺജങ്ഷനും ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ക്ലോസ്. ഇതിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു എന്താണ്, ഇത് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ
എൻ ബിറ്റ്വീൻ ഒരു കൺജങ്ഷൻ ഉണ്ട്, ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. സോ ഓരോ കൺജങ്ക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ക്ലോസ്. ഇപ്പോൾ കുറേ ചിലപ്പോൾ മേ ബി ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ആവില്ല, കുറേ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇങ്ങനെയുള്ള കുറേ കൺജങ്ഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ 8th സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. ദെൻ 9th സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത് സ്റ്റാൻഡർഡൈസ് അപ്പാർട്ട് ദ വേരിയബിൾസ് ഇൻ ദ സെറ്റ് ഓഫ് ഒബ്റ്റെയിൻഡ് ക്ലോസ്. അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ്, ഒരു ക്ലോസ് നമുക്ക് കിട്ടും. ആ ക്ലോസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലെ വേരിയബിൾസിനെ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യാം എന്നുള്ളതാണ് 9th സ്റ്റെപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ്സുകളെ അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, നോർമൽ ഫോമിലോട്ട് അല്ലേ എന്ന് പറഞ്ഞു, എന്തിലോട്ടാക്കിയിട്ട് അതിലൂടെ മാറ്റുന്നത്, ക്ലോസ് ഫോമിലോട്ടാക്കി മാറ്റുന്നു. സോ നമ്മൾ 9th സ്റ്റെപ്പിലൂടെ അതിനെന്ത് ചെയ്തു, ഒരു വേരിയബിൾസിന് അതിലുള്ള ആ ക്ലോസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ്, ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ക്ലോസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിലുള്ള വേരിയബിൾസ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തതോടുകൂടി ആ ഒരു സംഭവമായിട്ടുണ്ട്. ഓക്കെ, നമുക്കതിലൊരു എക്സാമ്പിൾ ഓഫ് കൺവേർഷൻ നമുക്ക് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു എക്സാമ്പിൾ ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫോർ ഓൾ എക്സ് സം നോട്ട് റോമൻ ഓഫ് എക്സ്, പോംബിയൻ ഓഫ് എക്സ് ആൻഡ് നോട്ട് ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, നമുക്ക് ഇതിന് എന്തൊക്കെ, ഇത് ഒരിക്കലും എന്തല്ല, ഒരു ക്ലോഷ്യൽ ഫോമിലല്ല കിടക്കുന്നത്. സോ ക്ലോഷ്യൽ ഫോമിലോട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. സോ കൺവേർഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റെപ്പ് 1 ആണ് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ആ ഒരു ഇംപ്ലിക്കേഷൻ സൈന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇംപ്ലിക്കേഷൻ സൈനിനെ ഒഴിവാക്കുന്നു. അങ്ങനെ ഒഴിവാക്കുന്നതോടുകൂടി ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിട്ട് മാറുന്നു നമുക്കറിയാം. ഇംപ്ലിക്കേഷൻ സൈൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറുന്നു, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നു, നോട്ട് ചെയ്യുക. ദെൻ കൺജങ്ഷൻ ഡിസ്റ്റിങ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിയിലായിട്ട് വരും, സെക്കൻഡ് വേരിയബിൾ എന്നുള്ള രീതിയിലായിട്ട് വരും. ഫസ്റ്റ് വേരിയബിളിനെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിട്ട് സെക്കൻഡ് വേരിയബിളായിട്ട് ഡിസ്റ്റിങ്ഷൻ ചെയ്യാം. സോ അതേ രീതിയിൽ എവിടെ നോക്കൂ, നമുക്കറിയാം ഇവിടെയാണ് ഇംപ്ലിക്കേഷൻ സൈൻ ഉള്ളത്. സോ ഇത് ഒഴിവാക്കുമ്പോൾ ഇതിനെ സം എക്സ് ആക്കിയിട്ടും ഇതിനെ സം പി ആക്കിയിട്ടും ഇതിനെ സം ക്യൂ ആക്കി എടുത്താൽ മതി. ഇതിനെ മൊത്തം സം ക്യൂ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ നമ്മൾ ഫോർ ഓൾ എക്സ് നോട്ടൊക്കെ അവിടെ ഉണ്ട്. ആ ഇത് എന്ത് ചെയ്യുന്നു, റോമൻ ഓഫ് എക്സ് ഇംപ്ലൈസ് ഇതിനെ മൊത്തം. സോ ഇത് നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തു, അല്ല ഇത് നമ്മൾ പി ആക്കി എടുത്തു, ഇതിനെ ക്യൂ ആക്കി എടുത്തു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂനെ നമുക്ക് എങ്ങനെയായിരുന്നു മാറ്റുക, ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ നോട്ട് പി ഡിസ്റ്റൻഷൻ ക്യൂ എന്നുള്ള രീതിയിലായിരുന്നു. സോ നോട്ട് പി എന്നുള്ളത് ഇവിടെ പി എന്ന് പറഞ്ഞാൽ റോമൻ ഓഫ് എക്സ് ആണ്. സോ നോട്ട് റോമൻ ഓഫ് എക്സ് ഡിസ്റ്റൻഷൻ പിന്നെ ഈ മൊത്തം സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ പോംബിയൻ അഥവാ ക്യൂ അതേപോലെ തന്നെയാണല്ലോ എഴുതാറ്. സോ ക്യൂ പോംബിയൻ ഓഫ് എക്സ് എന്താണ് കൺജങ്ഷൻ നോട്ട് ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ എന്നുള്ള രീതിയിൽ മാറും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഇംപ്ലൈസ് എന്ന് പറയുന്ന സൈന് നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഫസ്റ്റ് സ്റ്റെപ്പിലൂടെ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എന്താണ്, റെഡ്യൂസിങ് സ്കോപ്പ് ഓഫ് നോട്ട് ദ എബോ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിൽ നോട്ട് ഉണ്ടെങ്കിൽ ആ നോട്ടുകളെ എന്ത് ചെയ്യുന്നതിന്റെ സ്കോപ്പിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ കുറേ നോട്ടുകളുണ്ട്. ആ നോട്ടിന്റെ നമ്മൾ എന്ത് ചെയ്യണം, സ്കോപ്പ് റെഡ്യൂസ് ചെയ്യണം, സിംഗിൾ ടേമിലേക്ക് ആക്കി മാറ്റണം. സോ ഇത് നമുക്കറിയാം ഇവിടെ ഏറ്റവും പുറത്തൊരു നോട്ട് ഉണ്ട്. ആ നോട്ട് ഇത് ഓരോന്നിലോട്ടും നോട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. നോട്ട് റോമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോട്ട് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, പി ആയിരുന്നു. സോ റോമൻ ഓഫ് എക്സിന് സം പി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ നോട്ട് ഓഫ് പി എന്ന് പറയുന്നത് പി ആയിരുന്നു. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ ഈ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ റോമൻ ഓഫ് എക്സ് എന്നാക്കി മാറും. ഇത് നോട്ട് സം എന്ത് ചെയ്യുന്നു, ഓർ വരുമ്പോൾ അതെന്താണ് ആൻഡ് ആയിട്ട് മാറും. അഥവാ നോട്ട് സം ഡിസ്റ്റിങ്ഷൻ വരുമ്പോൾ അത് കൺജങ്ഷൻ ആയിട്ട് മാറും. സോ കൺജങ്ഷൻ. ദെൻ നോട്ട് പോംബിയൻ ഓഫ് എക്സ്, പോംബിയൻ ഓഫ് എക്സ് സിമ്പിൾ ആയിരുന്നു. സോ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നോട്ട് പോംബിയൻ ഓഫ് എക്സ് ആൻഡ് പിന്നെ നോട്ട് ഹെയ്റ്റ്. ദാറ്റ് മീൻസ് ഈ ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ്, ഈ മൊത്തം ഒരു ഇതൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ സം ക്യൂ എന്നാക്കി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മൊത്തത്തിലാണ് നമ്മൾ നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലായിട്ട് മാറും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് ഇതിന്റെ ഉള്ളിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഫോർ ഓൾ എക്സ് റോമൻ ഓഫ് എക്സ് എന്താണ് കൺജങ്ഷൻ. ദെൻ എന്ത് ചെയ്യുന്നു, ഈ നോട്ട് നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ഉള്ളിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ നോട്ടോ പോംബിയൻ ഓഫ് എക്സ് ആയി മാറുന്നു. ഈ ഒരു കൺജങ്ഷൻ എന്തായിട്ട് മാറുന്നു, ഡിസ്റ്റങ്ഷൻ ആയിട്ട് മാറുന്നു. ദെൻ നോട്ട് ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ എന്തായി വരുന്നു, നോട്ട് ഹെയ്റ്റ് ആയി എക്സ് കോമ സീസർ ആകുന്നു.
നോട്ട് പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി ആണ്. സോ ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ ആയിട്ട് മാറുന്നു. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നോട്ട് റെഡ്യൂസ് ചെയ്യുന്നു. എന്തിൻ്റെ, ഈ നോട്ടിൻ്റെ സ്കോപ്പിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ദെൻ നമ്മൾ എക്സാമ്പിൾ ഓഫ് ഡിമോൺസ്ട്രേറ്റ് സ്റ്റെപ്പ് 3, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരെയുള്ള ഡിമോൺസ്ട്രേഷൻ്റെ എക്സാമ്പിൾസ്. ഞാൻ തേർഡ് സ്റ്റെപ്പിൻ്റെ നമുക്ക് എങ്ങനെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ നോക്കേണ്ടതെന്നാണ്, നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ നമുക്ക് ഈ ഏതൊക്കെ എന്താണ് സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിന് ക്ലോഷ്യൽ ഫോമിലോട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ നമ്മളിപ്പോൾ തേർഡ് സ്റ്റെപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. തേർഡ് സ്റ്റെപ്പ് എന്തായിരുന്നു, വേരിയബിൾസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഫോർ ഓൾ y animal of y implies loves of x comma y implies some y loves y comma x എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അഥവാ y എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ഇത് നമുക്ക് എങ്ങനെ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഓരോ ഇപ്പം നമ്മൾ ഇതിലുള്ള ഓരോ ക്വാണ്ടിഫയേഴ്സിനും ഓരോ വേരിയബിൾസ് എടുക്കുക. ഇപ്പോൾ ഇതിൽ എന്താണ്, ഫോർ ഓൾക്ക് എൻ്റെ കൂടെ എക്സും വരുന്നുണ്ട്, ഫോർ ഓളിൻ്റെ കൂടെ വൈയും വരുന്നുണ്ട്, അതേപോലെ തന്നെ സമ്മിൻ്റെ കൂടെ വൈയും വരുന്നുണ്ട്. ഫോർ ഓളിൻ്റെ കൂടെയും വൈ വരുന്നുണ്ട്, സമ്മിൻ്റെ കൂടെയും വൈ വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് വേറൊരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായി, സ്റ്റാൻഡർഡൈസ് ആയി ആ വേരിയബിൾ. സോ അതെങ്ങനെ ചെയ്യും, ഇതൊക്കെ അതേപോലെ തന്നെ ഫോർ ഓൾ എക്സ്, ഫോർ ഓൾ വൈ, അനിമൽ ഓഫ് വൈ, ലവ്സ് ഓഫ് എക്സ് കോമ വൈ, ഇവിടെയാണ് മാറ്റം വരിക അല്ലേ. കാരണം ഇവിടെ ഫോർ ഓളിൻ്റെ കൂടെയും വൈ ഉണ്ട്, സമ്മിൻ്റെ കൂടെയും വൈ ഉണ്ട്. സോ സം ഓഫ് എന്നുള്ളതിൻ്റെ കൂടെ ഞാൻ ഈ വൈ മാറ്റിയിട്ട് സം സെഡ് ആക്കി മാറ്റുന്നു, ലവ്സ് ഓഫ് സെഡ് കോമ എക്സ്. ഇതോടുകൂടി ഈ ഒരു ഇതെന്തായി, സ്റ്റാൻഡർഡൈസ് ആയിട്ട് മാറി, ഈ ഒരു വേരിയബിൾസ് സ്റ്റാൻഡർഡൈസ് ആയിട്ട് മാറി. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പിൻ്റെ ഒരു എക്സാമ്പിൾ. ദെൻ ഫോർത്ത് സ്റ്റെപ്പിലൂടെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റ് സ്റ്റെപ്പ് 4, മൂവ് ആൾ ക്വാണ്ടിഫൈ ടു ദ ലെഫ്റ്റ് വിത്തൗട്ട് ചേഞ്ചിങ് ദ റിലേറ്റീവ് ഓർഡർ. നമ്മൾ പറഞ്ഞു ഫോർത്ത് സ്റ്റെപ്പിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ക്വാണ്ടിഫയേഴ്സിനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്, അതിൻ്റെ ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാതെ. നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അതേ എക്സാമ്പിൾ എടുക്കുന്നു. സം സെഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ എക്സാമ്പിൾ അല്ലേ, ആനിമൽസിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ള. സോ ആ എക്സാമ്പിൾ എടുക്കുന്നു. സോ ഇതിൽ നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ ആയിട്ടൊക്കെ എന്തുണ്ട്, ഫോർ ഓൾ വൈ ക്വാണ്ടിഫയേഴ്സ് ഒക്കെ എന്താണ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരണം. സോ അതെങ്ങനെ ചെയ്യും, നമ്മൾ ഫോർത്ത് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഫോർ ഓൾ എക്സ് എടുത്തു, അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു ഫോർ ഓൾ വൈ ഉണ്ട്, അത് നമ്മൾ എടുത്ത് പുറത്തേക്ക്. പിന്നെ നോക്കുന്ന സമയത്ത് സം സെഡ് ഉണ്ട്, അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ ബാക്കി എന്താണോ ഉള്ളത് അതുപോലെ എഴുതാം. അനിമൽ ഓഫ് വൈ ഉണ്ട്, കൺജങ്ഷൻ ലവ്സ് ഓഫ് എക്സ് വൈ ഉണ്ട്. ദെൻ ഇവിടെ എന്തുണ്ട്, ഡിസ്റ്റിങ്ഷൻ ലവ്സ് ഓഫ് സെഡ് കോമ എക്സ് ഉണ്ട്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എല്ലാ ക്വാണ്ടിഫയേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, after first 4 processing step of conversion are carried out, the on original statement s, the statement is said to be in prenex normal form. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ 4 സ്റ്റെപ്പുകളും ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്ത് വിളിക്കാം, എന്ത് പേരിട്ട് വിളിക്കാം, പ്രിനെക്സ് നോർമൽ ഫോമിൽ എന്ന് നമുക്ക് പറയാം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിനെക്സ് നോർമൽ ഫോമിലാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഈ ഒരു 4 സ്റ്റെപ്പും പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരി ഔട്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ ഒരു സംഭവം എന്തായിരിക്കും, പ്രിനെക്സ് നോർമൽ ഫോമിലായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് പ്രിനെക്സ് നോർമൽ ഫോമിലായിരിക്കും. ഓക്കെ, സോ അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ നമ്മൾ അടുത്ത ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, സ്കോളമൈസേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, സം എന്ന് പറയുന്ന ആ ക്വാണ്ടിഫയേഴ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കോളമൈസേഷൻ പ്രോസസ്സാണ് ഫിഫ്ത്ത് സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അത് നമ്മൾ 2 രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, സ്കോളം കോൺസ്റ്റന്റും സ്കോളം ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ സ്കോളം കോൺസ്റ്റന്റ് സ്കോളം ഫംഗ്ഷനും കൊടുത്തിട്ടുള്ളതിൻ്റെ 2 എക്സാമ്പിൾസ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളാണിത്. സം വൈ പ്രസിഡന്റ് ഓഫ് വൈ എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയാക്കി മാറ്റുന്നു, പ്രസിഡന്റ് ഓഫ് സം വൈ എന്നുള്ളത് നമുക്ക് ഒഴിവാക്കണം. സം എന്ന് പറയുന്ന സ്കോളമൈസേഷൻ സ്കോളം ക്വാണ്ടിഫയർ നമുക്ക് ഒഴിവാക്കണം. സോ അത് നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കി എന്ത് ഉണ്ടാവുള്ളൂ, പ്രസിഡന്റ് എന്നുണ്ടാവുന്നു. സം വൈക്ക് പകരം വൈ നമ്മൾ ഒഴിവാക്കിയതോട് വൈ പിന്നെ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, S1 കൊടുക്കുന്നു. S1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് somehow produces a value that satisfies precedent s of s1
S1 is called as a column constant. So നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വൈക്ക് പകരം സം കോളം കോൺസ്റ്റന്റ് ആയിട്ടുള്ള S1 കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണോ ആ ഫസ്റ്റ് നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റ് മീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ വാല്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോളം കോൺസ്റ്റന്റ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, സ്കോളം ഫംഗ്ഷൻ ആണ്. സ്കോളം ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം വൈനെ നമ്മളൊക്കെ ഒഴിവാക്കണം. ഫോർ ഓൾ എക്സ് ലീഡ് വൈ കോമ എക്സ് എന്നുള്ളതായിരുന്നു സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ വാല്യൂ ഓഫ് വൈ ദാറ്റ് സാറ്റിസ്ഫൈ ലീഡ്സ് ഡിപ്പെൻഡിങ് ഓൺ പർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ്. ഹെൻസ് എബോവ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി റിട്ടൺ ആസ്. ഇതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫോർ സം വൈ നമുക്ക് ഒഴിവാക്കിയിട്ട് ഫോർ ഓൾ എക്സ് ലീഡ്സ് ഓഫ് വൈ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. വൈ എന്നുള്ളത് നമുക്ക് എന്ത് വേണമെങ്കിലും എന്താക്കി കൊടുക്കാം, സം എക്സിന്റെ ഫംഗ്ഷൻ ആക്കി കൊടുക്കാം. സോ അതുകൊണ്ട് നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാക്കി മാറ്റി എക്സ് കൊടുക്കുന്നു. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സ്കോളം ഫംഗ്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ദെൻ നമ്മുടെ സിക്സ്ത് സ്റ്റെപ്പിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ സ്കോളമൈസേഷൻ ചെയ്തു. പിന്നെ അടുത്ത് എന്തായിരുന്നു, ഫോർ ഓൾ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിഫയറിനെ ഒഴിവാക്കുക, ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പ്രിഫിക്സ് അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സോ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ലെഫ്റ്റിലോട്ട് എല്ലാ ക്വാണ്ടിഫയേഴ്സിനെയും മാറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്, ആ ഒരു എക്സാമ്പിൾ ആണിത്. ഫോർ ഓൾ എക്സ്, ഫോർ ഓൾ വൈ, ഫോർ ഓൾ സെറ്റ്, നോട്ട് റോമൻ ഓഫ് എക്സ് ഓർ നോട്ട് നോ ഓഫ് എക്സ് ഓർ ഹെയ്റ്റ് വൈ ഓഫ് വൈ കൊമ സെഡ് എന്നുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ്. ഇതിലുള്ള നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു പ്രിഫിക്സുകളെയൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഫോർ ഓൾ എന്ന് പറയുന്ന ആ ഒരു പ്രിഫിക്സുകൾ ഒഴിവാക്കേണ്ട ആവശ്യം. അത് നമുക്ക് എങ്ങനെ ഡ്രോപ്പ് ചെയ്യാം, ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏത് ഫോർ ഓൾ വന്നു കഴിഞ്ഞാൽ ഫോർ ഓൾ ഓഫ് സം എക്സ് പി എന്ന് പറയുന്നത് എന്താണ്, പിക്ക് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തിന് സെയിം ആണ്, ഇതിന് മാത്രം സെയിം ആണ്. സോ ഇത് ഇതുപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഡ്രോപ്പ് ചെയ്യാൻ എളുപ്പമാണ്. സ്കോളമൈസേഷനെ പോലെയല്ല, എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് അതുപോലെ തന്നെ നമുക്ക് എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നമ്മളിവിടെ സെവൻത് സ്റ്റെപ്പിൽ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൺവേർട്ട് ദ ഫോർമുല ഇൻറ്റ് കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ആയിരുന്നു ഇത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആക്കി മാറ്റിയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. റോമൻ ഓഫ് എക്സ് ഡിസ്റ്റിങ്ഷൻ ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ കൺജങ്ഷൻ നോട്ട് ലോയൽ ടു എക്സ് കോമ സീസർ. ഇതായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ എന്താക്കി മാറ്റി. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ റോമൻ ഓഫ് എക്സിനെ സം പി, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് റോമൻ ഓഫ് എക്സിനെ സം പി എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റി. ഇതിനെ നമ്മൾ ക്യൂ ആക്കി ഇതിനെ ആർ എന്നുള്ളതാക്കി എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏത് രീതിയിലാണ് കിടക്കുന്നത്. പി ഡിസ്റ്റിങ്ഷൻ ഓഫ് ക്യൂ കൺജങ്ഷൻ എന്താണ് ആർ എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ ഉള്ളത്. ഇതിനെ നമുക്ക് എന്ത് രീതിയിലോട്ട് മാറ്റണം, കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആക്കിയിട്ട് മാറ്റണം. കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ ആക്കി മാറ്റണം. സോ ഇൻ ബിറ്റ്വീൻ എന്താ വരേണ്ടത്, ഓരോ എന്താണ് ഡിസ്റ്റിങ്ഷൻസുകളുടെ ഇടയിൽ എന്ത് വരണം, കൺജങ്ഷൻസ് വരണം. സോ ഇവിടെ നോക്കൂ, നമ്മൾ ഇതിന് എന്ത് ചെയ്യുന്നു, നേരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പി ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്നാവും, ദെൻ കൺജങ്ഷൻ പി ഡിസ്റ്റിങ്ഷൻ ആർ എന്നുള്ള രീതിയിൽ മാറുന്നു. സോ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു കൺജങ്ഷൻ ഓഫ് ഡിസ്റ്റിങ്ഷൻസ് ആക്കിയിട്ട് ഈ ഒരു ഇതിനെ മാറ്റാൻ, സ്റ്റേറ്റ്മെന്റ്സുകളെ നമ്മൾ മാറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ക്ലോസുകൾ ഐഡന്റിഫൈ ചെയ്യാൻ കിട്ടും. ക്ലോസുകളാക്കി അല്ലേ, സെവൻത് സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് കിട്ടും, ക്ലോസുകൾ നമുക്ക് കിട്ടും. ഇവിടുത്തെ ഫസ്റ്റ് ക്ലോസ് എന്താണ്, ക്ലോസ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ക്ലോസ്. ദാറ്റ് മീൻസ് പി എന്താണ് ഡിസ്റ്റിങ്ഷൻ ക്യൂ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലോസ്, ഇത് സെക്കൻഡ് ക്ലോസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. സോ ഇവിടുത്തെ പി എന്ന് പറഞ്ഞാൽ റോമൻ ഓഫ് എക്സ് ആണ്, റോമൻ ഓഫ് എക്സ് ഡിസ്റ്റിങ്ഷൻ. ഇവിടുത്തെ ക്യൂ എന്ന് പറയുന്നത് ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ ആണ്. സോ ഹെയ്റ്റ് ഓഫ് എക്സ് കോമ സീസർ ഇതാണ് ഇവിടുത്തെ ക്ലോസ് 1 എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ക്ലോസുകൾക്കിടയിൽ നമുക്കറിയാം ഇന്നുണ്ട് കൺജങ്ഷൻ ഉണ്ട്. ദെൻ ക്ലോസ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പി എന്ന് പറയുന്ന റോമൻ ഓഫ് എക്സും ഡിസ്റ്റിങ്ഷൻ ആർ എന്ന് പറയുന്നത് നോട്ട് ലോയൽ ടു എക്സ് കോമ സീസർ എന്ന് പറയുന്ന അതും കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിങ്ങനെ സെവൻത് സ്റ്റെപ്പിലൂടെ ഇതിലുള്ള ക്ലോസുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകളും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതിലുള്ള ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ ക്ലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ക്ലോഷ്യൽ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള
നമ്മുടെ ഓരോ സ്റ്റെപ്പുകളും അതിൻ്റെ എക്സാമ്പിൾസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ ഈ ഒരു ക്ലോഷർ ഫോമിലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, താങ്ക് യു.